ഈ കലോത്സവ വേദികളിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് ഈ തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള അല്ലെ ആ ഭാഷയുടെ സുഖം നമുക്കിങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. പല സ്റ്റാളുകളൊക്കെ പോകുമ്പോൾ ഇവിടുത്തുകാർ വളരെ സ്വതസിദ്ധമായ ശൈലിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരടക്കം പലരും തിരുവനന്തപുരം ഭാഷയെ അനുകരിച്ച് തകർക്കുന്നുമുണ്ട്. ഭാഷ ഏതുമാകട്ടെ അതങ്ങനെ പരിഹസിക്കാമോ വികലമാക്കാനോ ഉള്ളതല്ല. അപ്പൊ ഭാഷയെ കുറിച്ചാണ് ഈ സ്റ്റോറി. അലക്സ് മുഹമ്മദ് എത്തുന്നു. ഭാഷാഭേദമല്ല, ഭാഷയെക്കുറിച്ചാണ്. ഇവിടെ തിരുവനന്തപുരം തന്നെ. ഓ പിന്നെ അടിപൊളിയല്ലേ? ഓ കിഴക്കും പടിഞ്ഞാറും തെക്കൊക്കെ ഉണ്ട്. ഓ ഞാൻ ഇവിടെ അടുത്ത് മലയൻകീഴ്, കാട്ടാക്കട മലയൻകീഴ്. ഇവിടെ അടുത്തേന് തമ്പാനൂർ. നമ്മള് കിളിമാനൂര്. നമ്മ ഇവിടെ എന്തോന്ന് കുഴപ്പം നമ്മളെ ഭാഷയ്ക്ക്. മലപ്പുറം ജില്ല. ഇവിടെ എല്ലാ പരിപാടിയും ഉഷാറാണ്. ഭാഷ എല്ലാം മനസ്സിലാവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണൂർ. നമുക്ക് ഏകദേശം സെയിം ആയിട്ടാ തോന്നിയത്. എല്ലാ ഭാഷ മനസ്സിലാവുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ഇവിടെയുള്ള അവര് പറയുന്നത് നമുക്കും ചെറുതായിട്ടേ മനസ്സിലാവുന്നുള്ളൂ. കാരണം അവരുടെ സ്ലാങ് ഒക്കെ വേറെ അല്ലേ. ഞാൻ തൃശ്ശൂർ ജില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം കുഴപ്പമുണ്ടായിരുന്നില്ല. ഭാഷ വ്യത്യാസമുണ്ട്. ഉണ്ട്. നമ്മളൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഭാഷ തന്നെയായിരുന്നു. വേറെ ശൈലിയൊന്നും അല്ലായിരുന്നു. ചിരി വന്നിട്ടില്ല, അതിശയം തോന്നി. അങ്ങനെ ഒരു ഇത് തോന്നി. പലതും ഡിഫറെൻ്റ് ആയിരുന്നു, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പാലക്കാട് അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടം. എല്ലാം ഫുഡ് തൊട്ട് ഭാഷ എല്ലാം അടിപൊളി. ഇവിടെ എത്തി പത്മനാഭനെ കണ്ടാൽ തന്നെ എല്ലാം കഴിഞ്ഞു എന്നാണല്ലോ. ഇവിടെ ഫുള്ള് കണ്ട പോലെയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് സൂപ്പറാ, നല്ല രസമാണ്, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. മലപ്പുറം ഫ്രണ്ട്സിനെ കുറെ പത്തനംതിട്ട അങ്ങനെ നമ്മളിങ്ങനെ ഒപ്പം ഇരുന്നപ്പോൾ കുറെ സംസാരിച്ചില്ലേ ആരോടൊക്കെ. ഞാൻ പറയണവർക്ക് മനസ്സിലാവില്ല, ഓര് പറയണ എനിക്ക് മനസ്സിലാവില്ല. നമ്മളെ ഭാഷ കേൾക്കുമ്പോൾ ചിലവർ നോക്കുന്നു. തിരുവനന്തപുരം അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ്, നല്ല വൈബുള്ള ആൾക്കാർ. ഭാഷ പ്രശ്നമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. സ്ലാങ് കുറച്ച് വ്യത്യാസം, കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റും. നല്ല തന്നെ തിരിയുന്നലുണ്ട്, കുഴപ്പമില്ല. 6 നാട്ടിൽ 100 ഭാഷ എന്നാണ് വെപ്പ്. നീട്ടിയും കുറുക്കിയും താളത്തിലും വേഗത്തിലും ഈണത്തിലുമൊക്കെ സംസാരിക്കുന്നതാണ് ഭാഷയുടെ ഭംഗി. ഓരോ നാട്ടിലും ഭാഷ രൂപപ്പെട്ടതിനു പിന്നിൽ ജൈവികമായ ഘടകങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പല തരത്തിൽ ഭാഷയ്ക്ക് വ്യത്യാസം സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാഞ്ഞിരംകുളത്ത് അല്ലെങ്കിൽ ഒരു കടലിൻ്റെ ചുറ്റുപാടും തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. അതിനെ വേർതിരിക്കാൻ ചില പാലങ്ങളെങ്കിലും ഉണ്ടാവും. ഈ മാവേലിക്കരയുടെ കാര്യം അറിയാം. മാവേലിക്കരയ്ക്ക് ഈ ആറ്റിൻ്റെ അക്കരയും ആറ്റിൻ്റെ ഇക്കരയും വേറൊരു തരം ഭാഷ. ആലപ്പുഴയിലും ഈ വേർതിരിവുകളുണ്ട്. അത് കായലാണ് അതിനെ വേർതിരിക്കുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ കടലും നദിയുമാണ് അതിനെ വേർതിരിക്കുന്നത്. നെയ്യാറ്റിൻകര ടൗണിൽ സംസാരിക്കുന്ന ഭാഷയല്ല 6 കടന്ന് അമരവിളയ്ക്ക് പോകുമ്പോൾ ഉള്ളത്. അതിൻ്റെ പ്രത്യേകത. അമരവിളയ്ക്ക് അപ്പുറം പോകുമ്പോഴാണ് ഈ പറയുന്ന കുന്നത്തുകാല്, കാരക്കോണം, നനുവച്ചപുരം, അതിനപ്പുറത്ത് വെള്ളറടയ്ക്കും കുറേ അപ്പുറത്ത് പുലിയൂർ ശാലയൊക്കെ വരുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ കയറി വരും. പുലിയൂർ ശാലയെന്നും കളിയിക്കവളയെന്നുമൊക്കെ ഈ പച്ചക്കറി എടുക്കാൻ വേണ്ടി പണ്ട് ആറാലുമൂട് ചന്തയിൽ അമ്മൂമ്മമാർ വരും. അപ്പം അതിനിങ്ങനെ ചോദിക്കും, ആരോ എന്നെ തേടി എന്ന് കേൾക്കണേ എന്ന് പറയും. തേടി അവിടെയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ നീ എന്നെ അന്വേഷിച്ചോടെ എന്ന് ചോദിക്കും, അന്വേഷിച്ചോ എന്ന് ചോദിക്കും. മറ്റേത് ഇനി ആറ്റിങ്ങൽ പോകുമ്പോൾ നമ്മളാണെങ്കിൽ ചോദിക്കും, നെയ്യാറ്റിങ്ങരക്കാരാണെങ്കിൽ ഡേയ് സുരേഷ് എവിടെടാ എന്ന് ചോദിക്കും. പക്ഷെ ആറ്റിങ്ങലുകാരൻ അങ്ങനെയല്ല, സുരേഷാ എന്ന് ചോദിക്കും. സുരേഷ് എവിടെയെന്നല്ല, സുരേഷാ എന്ന് ചോദിക്കും. എന്നിട്ട് അവർ പറഞ്ഞത് ഡേയ് താറി നിൽക്കാതെ വാടാ എന്ന് ചോദിക്കും. ഇതിനെ നെയ്യാറ്റിങ്ങരക്കാരൻ പറഞ്ഞു, താങ്ങിയും തൂങ്ങിയും നിൽക്കരുതേ, പെട്ടെന്ന് വരണം എന്ന് പറയും. പൂന്താനം വടക്കിരുന്നുകൊണ്ട് ഇത് പറഞ്ഞത്, കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തിരുന്ന് പറഞ്ഞത്, ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിലും ചെന്ന് താനും വലയാതെ എന്നാണ്. ഈ സാധനം ഈ താങ്ങിയും തൂങ്ങലിൻ്റെ വേറൊരു ഫോമാണ്. കടൽത്തിരയുടെ താളം കാഞ്ഞിരംകുളത്ത് ഉണ്ട്. അത്
അണ്ണാ നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ഞാൻ കാഞ്ഞിരംകുളത്ത്. അയ്യോ ഞാൻ വെടിവെച്ചെങ്കിലും ഓടി വരിയുന്നേ. ഈ ഓടി വരിയുന്നെന്ന് പറയുമ്പോൾ ഉള്ള ഉയർച്ച താഴ്ചയുണ്ട്. ആ നിമ്നോന്നതം ആ ഭാഷയുടെ സൗന്ദര്യമാണ്. ഇനി മനിയുടെ മനിയാ ഏത് പട്ടിയക്കാല ഇതുപോലെയല്ല കാരക്കോണത്ത്. മെനങ്ങാന്നത്തെ പത്രത്തിലുണ്ടായിരുന്ന ശശിയുടെ മോന് 1ാം റാങ്ക് കിട്ടിയെന്ന്. ഈ നെയ്ത്തിൻ്റെ താളമാണ്. ആ നെയ്ത്തിൻ്റെ താളത്തിനനുസരിച്ചാണ് അവരുടെ ഭാഷയുടെ താളം രൂപപ്പെടുന്നത്. മഞ്ചവള മുതൽ ഇങ്ങോട്ടതുണ്ട്. പക്ഷേ മഞ്ചവളത്തെ ചില സമുദായങ്ങൾക്കിടയിലെ ആ ഭാഷ അന്നുണ്ടായിരുന്നു. കുഴിത്തറയാറ്റിൻ്റെ സംഗീതം, താമ്രവർണ്ണി എന്ന് പറയുന്ന കുഴിത്തറയാറ്റിൻ്റെ സംഗീതം വരുന്നത് ഈ വന്യൂർ ഭാഗത്തേക്കുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ മണി എത്ര ആയി എന്നല്ലേ ചോദിക്കുന്നത്, മണി എത്ര അടിച്ചേ. ഈ മണി അടിക്കുന്ന ധ്വനി അവരുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അവർക്കറിയാം മണി ആവുകയല്ല, മണി അടിക്കുകയാണ് ആണ് ഇത് പറഞ്ഞത്. കാരണം അവരിൽ പലരും പത്മനാഭപുരത്ത് നിന്ന് അല്ലെങ്കിൽ വന്യൂരിൽ നിന്ന് പലരും തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്ത് മേത്തം മണി വന്നിങ്ങനെ അടിക്കുകയും ചെയ്യുന്നത് കണ്ടവരാണ്. അവർക്കറിയാം മണി അടിക്കുകയാണ്. അപ്പോൾ ചോദിക്കും പിന്നെ അയ്യോ 5:30 കളിക്കുള്ളതിനും മറ്റും പോണ്ടിയേ എന്ന് ചോദിക്കും. ഈ സംഗീതാത്മകത എന്ന് പറയുന്നത് കളിയാക്കപ്പെടേണ്ടതല്ല. ഇപ്പോൾ പിന്നെ എല്ലാവരും അഭ്യസ്തവിദ്യരായതിനു ശേഷം അവർക്കിതെന്തോ കുറവാണെന്ന് വിചാരിക്കുകയും അവിടുന്ന് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പലരും പാപ്പനം കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഭാഷ എടുത്ത് ബാഗിനകത്ത് വയ്ക്കുകയും പിന്നെ തിരുവനന്തപുരത്ത് നഗരത്തിലെ ഭാഷ ഉപയോഗിക്കുകയും തിരിച്ച് വീട്ടിലെത്താറാകുമ്പം പഴയ ഭാഷ എടുത്ത് അണിയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭാഷ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്ര കാലമാണ് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യബോധത്തിന് ആയുസ്സുള്ളത് എന്ന് പറയും. അത്തരത്തിൽ സ്ഥിരമായ സ്വാതന്ത്ര്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണമെങ്കിൽ ഇത്തരത്തിൽ നാട്ടുഭാഷയടക്കം സ്ഥിരമായൊരു ഭാഷാ സ്വാതന്ത്ര്യബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി വരണം. ഭാഷ തിരുവനന്തപുരത്തെയോ കൊല്ലത്തെയോ കോട്ടയത്തെയോ കോഴിക്കോട്ടെയോ കാസർഗോട്ടെയോ ഏതുമാകട്ടെ, മലയാളമാണ് അമ്മ മലയാളം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT തലമുറകളെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടാവണം. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്നു കുളിർവെള്ളം. എൻ്റെ അമ്മയുടെ ശാസനയും തലോടലുമാണ്. ഏത് നാട്ടിലായാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. അഭിലാഷ് തൊഴുവൻകോടിനും യദുവിനും ശിവയ്ക്കുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഒരു ഗംഭീര സ്റ്റോറിയാണ് അല്ലേ? കാരണം നമ്മുടെ നാട് അതിൽ എത്ര ഭാഷയുണ്ട്, എത്ര ഭാഷകൾക്ക് വൈവിധ്യമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു കഥയാണ്. പലരും പറയുന്നു ഭാഷാ ഭേദം നല്ലതല്ല, പ്രാദേശികവാദം നല്ലതല്ല എന്ന് പറയുന്നു. അതല്ല, നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭാഷയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ്. അതാണ് കുട്ടികളുടെ എന്താണ് പറയുക പ്രതികരണങ്ങളിലൂടെ നമ്മൾ കാണിച്ചു തന്നത്. അതാണ് അലക്സ് ശ്രമിച്ചത് അല്ലേ?